മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ സാധാരണ നിലയിലേക്ക്. കൊച്ചി, കോഴിക്കോട്, ഡൽഹി, മുംബൈ, മംഗലാപുരം സർവീസുകൾ നാളെ തുടങ്ങും. കൊച്ചി, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് അധിക സർവീസുകളും ഉണ്ടാകുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. സുരേഷ് വെല്ലുമിറ്റ വിവരങ്ങളുമായിട്ട്. സുരേഷ്, പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ പകരുന്ന ഒരു വാർത്തയാണ്. സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ മടങ്ങിപ്പോകുന്നു എന്നൊരു പ്രതീക്ഷ കൂടിയാണിത്, അല്ലേ? തീർച്ചയായും. കാരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ മസ്കറ്റിൽ നിന്ന് ആരംഭിക്കുകയാണ്. അത് മസ്കറ്റിൽ നിന്നുള്ള സർവീസുകളൊക്കെ നിർത്തിവെച്ചതായിരുന്നു. ആ സർവീസുകൾ ആരംഭിക്കുന്നു. മസ്കറ്റിൽ നിന്നെങ്കിലും സർവീസുകൾ ഈ ഘട്ടത്തിൽ ആരംഭിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആശ്വാസ വാർത്ത. ഇനി മറ്റ് ദുബായ്, അതോടൊപ്പം തന്നെ അബുദാബി, പിന്നീട് മറ്റ് രാജ്യങ്ങളിൽ ഖത്തർ, ദോഹ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള സർവീസുകൾ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും തീരുമാനിക്കുക. UAE നിന്നുള്ള സർവീസുകളുടെ കാര്യത്തിൽ നാളെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നത്. അതേസമയം UAE സാഹചര്യങ്ങളൊക്കെ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നതായി ഇന്ന് UAE ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുമുണ്ട്. രാജ്യത്ത് കുടുങ്ങിപ്പോയ 17,000-ഓളം പേരെ അവരവരുടെ നാടുകളിൽ തിരിച്ചെത്തിച്ചു. ഇതിനായി 60 വിമാന സർവീസുകൾ, പ്രത്യേക സർവീസുകൾ നടത്തി. അടുത്ത ഘട്ടത്തിൽ 80 സർവീസുകൾ നടത്തും. 27,000-ഓളം പേരെ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന് UAE അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം രാജ്യം പൂർണ്ണ സജ്ജമാണ് ഏത് സാഹചര്യവും നേരിടാൻ. മറ്റ് അടിസ്ഥാന സൗകര്യ മേഖലകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ കുടിവെള്ളം, അതോടൊപ്പം തന്നെ വൈദ്യുതി, ഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകളിലൊക്കെ തന്നെ എല്ലാം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. UAE അജ്മാനിൽ സ്കൂളുകളുടെ വിദ്യാഭ്യാസം ഈ മാസം 5 വരെ, നാളെയും കൂടെ ഓൺലൈൻ തന്നെയായിരിക്കും. അതിനുശേഷം മറ്റു കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്ന് അജ്മാനിൽ നിന്നും അധികൃതർ അറിയിക്കുന്നുമുണ്ട്. UAE വലിയൊരു ആക്രമണ സംഭവങ്ങൾ ഇന്നുണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ള ആക്രമണ സംഭവങ്ങളിൽ വലിയ നാശനഷ്ടം, ആകെ 3 പേരാണ് മരിച്ചതെന്നും അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ എണ്ണം ഏതാണ്ട് 68 എന്ന് UAE ഇന്ന് ആഭ്യന്തര മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. ഖത്തർ, കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ഇന്ന് വലിയ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ബഹ്റൈനിലും സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണ്. വലിയ ആക്രമണ സംഭവങ്ങളൊന്നും ബഹ്റൈനിൽ ഉണ്ടായിട്ടില്ല. അതേസമയം റിയാദിൽ, സൗദി അറേബ്യൻ തലസ്ഥാനമായിട്ടുള്ള റിയാദിൽ അമേരിക്കൻ എംബസിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണം അല്പം ആശങ്ക പരത്തി. അതിന്റെ ഭാഗമായി ചില രാജ്യങ്ങളിൽ അമേരിക്കൻ എംബസിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പൊതുവെ സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ, ഇവിടെ നിന്നുമുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ പങ്കുവയ്ക്കാൻ പറ്റും.